ശിവരാമകൃഷ്ണൻ സാറ് വരുന്നതിന് മുമ്പ് കലാപരിപാടിയെല്ലാം നിർത്തണം. നീ എന്നാ കഴിക്കാത്ത? എനിക്ക് വേണ്ടെന്നേ. കഴിക്ക. ഓ, ഇനി ഞാൻ കഴിച്ചില്ല എന്നുള്ള പരാതി വേണ്ട. അയ്യേ, ഇതെന്താ ഒരു അടപ്പില്? ഈ മന്ത്രിമാരും VIP കളൊക്കെ പോകുമ്പോ ഒരു മുന്നറിയിപ്പുണ്ടല്ലോ, ഈ പൈലറ്റ് വണ്ടിയുടെ. ഞാനിപ്പോ കഴിച്ചത് പൈലറ്റ് വണ്ടിയാ. ഇനിയാണ് ഒറിജിനൽ അരി. ഒരു ലൈബോയ് സോപ്പിന്റെ ചെറിയ രുചിയില്ലേ? ഉണ്ട്. ഞാൻ ലൈബോയ് സോപ്പ് ഇട്ടാ കുളിക്കുന്നത്. അതെങ്ങനെ ഇതിനകത്ത് വന്നത്? ഈ കോളനിയിലെ സാറന്മാരെല്ലാം വലിയ വലിയ മാളിക താമസിക്കുമ്പോ ഇവിടത്തെ പമ്പ് ഓപ്പറേറ്ററായി എനിക്ക് തന്നിരിക്കുന്ന വെറും ഒരു ഷെഡാ. ഞാൻ കുളിക്കുന്നുണ്ടോ പെടുക്കുന്നുണ്ടോ എന്നാരും തിരക്കുന്നുണ്ടോ? അതുകൊണ്ട് ഈ കോളനിയിലേക്ക് വാട്ടർ സപ്ലൈ നടത്തുന്ന ആ ടാങ്കിലാണ് ഞാൻ കുളിക്കുന്നത്. ഒരു ദിവസം കോളനിക്കാർക്ക് നല്ല വെള്ളം കൊടുത്തൂടെ? ഒരു ദിവസം 3 ദിവസം ഞാൻ കുളിക്കാതെ ഇരുന്നിട്ട് 3 ദിവസം നല്ല വെള്ളം കൊടുത്തപ്പോ ഇവിടെയുള്ള സാറന്മാര് പറയാ ആ വെള്ളത്തിന് എന്തോ രുചി വ്യത്യാസം ഉണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ ആ ടാങ്കിൽ തന്നെ ആക്കി കുളി. ഞാനൊരു സൽക്കർമ്മി അല്ലേടാ. അതെ, നീ ഇപ്പൊ ഒരാഴ്ചയായാലും വന്നിട്ട് കുറച്ച് കഴിയുമ്പോ നിനക്കും ഇതൊരു ശീലമായിക്കോളൂ. അതെ, ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ. വലിയ ആഴമുള്ളതാണോ ടാങ്ക്? ഭയങ്കര ടാങ്ക്. അങ്ങനെയാണെങ്കിൽ എനിക്കും അതിലൊന്ന് നീന്തി കുളിച്ചാൽ കൊള്ളാന്നുണ്ട്. നാളെ രാവിലെ ഒരു 5 മണിക്ക് റെഡി ആയിരിക്കും. നമുക്കതിനകത്ത് നീന്തി പതപ്പിക്കാം. തൊട്ടേപ്പിടുത്തം കളിക്കാം, തൊട്ടേപ്പിടുത്തം. പക്ഷെ സോപ്പ് മാറരുത്. സോപ്പ് മാറിയാലേ രുചി വ്യത്യാസം വരും. ഹലോ, അതെ ഞാനാ. സാധനം റെഡി. ചരക്ക് എവിടെ എത്തിക്കേണ്ടതെന്ന് മാത്രം പറഞ്ഞാൽ മതി. ഓക്കെ ഓക്കെ. അതെ, നീ പെട്ടെന്ന് വണ്ടി എടുത്ത് റെഡിയാവ്. നമുക്ക് അത്യാവശ്യമായിട്ട് ഇപ്പൊ ഇറങ്ങണം. ജെട്ടിയൂർ ഒന്ന് പോണം. ജെട്ടിയൂരല്ല, ബോട്ട് ജെട്ടിയൂർ ഒന്ന് പോണമെന്ന്. പെട്ടെന്ന് എഴുന്നേക്ക്, അവിടെ ഒരു കസ്റ്റമർ വെയിറ്റ് ചെയ്യാ. ഇതെങ്ങാനും ശിവരാമകൃഷ്ണ സാറ് കണ്ടോണ്ടല്ലോ എന്റെ പണി പോയത് തന്നെ. എടുത്തു വെച്ചു. സാധനം ഒന്നും എടുക്കണ്ട, എന്റെ കയ്യിൽ അത്യാവശ്യത്തിനുണ്ട്. എടാ, മദ്യപിച്ച് വണ്ടി ഓടിക്കുന്നവരെ ഇതേപോലെ ഒന്ന് തുള്ളിച്ചാൽ എത്ര പെഗ് അടിച്ചിട്ടുണ്ടെന്ന് കൃത്യമായിട്ട് പറയിക്കാൻ ഈ CI വെളിച്ചപ്പാടിന് കഴിയും. ഷൂട്ടിങ് കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന വഴിയാ. ഫ്രൈഡേ ആയതുകൊണ്ട് നാവൊന്നും നനക്കാൻ പല കിളിവാതിലും മുട്ടി നോക്കി. പക്ഷെ ഞാൻ ഒരു തുള്ളി പോലും കഴിച്ചിട്ടില്ല സാർ. സാറിന് സ്പോർട്സ് കോട്ടയിലാണോ ജോലി കിട്ടിയത്? എടാ, ഇതൊരു സൈക്കോളജിക്കൽ അപ്രോച്ചാ. മുഴുക്കുടിയനായിരുന്നു എന്റെ അച്ഛൻ. അത് കണ്ടാ ഞാൻ വളർന്നത്. ഒരു ചുവടുവയ്പ് മതി, എനിക്ക് കള്ളനെയും കള്ളുടിയനെയും തിരിച്ചറിയാൻ പറ്റും. എന്നിട്ട് സാർ എന്നെ തിരിച്ചറിയില്ല. അങ്ങനെ എടാ കുഞ്ഞു ബേബി, ഇത് നോക്കി. ആ വെളിച്ചപ്പാടം സീരിയൽ തന്നെ തുള്ളിക്കണ. നമ്മളിന്ന് ഉറപ്പായിട്ട് തുള്ളിക്കും. ഐഡിയ ഉണ്ട്. എന്ത്? ഇന്ന് ഇങ്ങേരുടെ അവസാനത്തെ തുള്ളിക്കലായിരിക്കും. ബാക്കി ഞാൻ ഏറ്റു. ഇന്ന് ഇങ്ങേർക്കൊരു പണി കൊടുക്കാൻ പോവാ. എന്ത് പണി? അണ്ണൻ കൈ അങ്ങോട്ട് കെട്ടിക്കിടന്ന് ഉറങ്ങിക്കോ. ഈ വണ്ടി ഞാൻ ഓടിച്ചോളാം. ഫിറ്റാന്ന് അറിയിക്കരുത്. അടുത്ത ആളെ കിട്ടി. വണ്ടി ഇങ്ങോട്ട് മാറ്റിയെടുത്ത. ലൈറ്റ് ഓഫ് ചെയ്യടാ. ഇങ്ങോട്ട് ഇറങ്ങി വാടാ. എടാ, ഹെൽമെറ്റ് ഇല്ലാതെ 2 വീലർ ഓടിക്കുന്ന കുറ്റകരമാണെന്ന് അറിഞ്ഞൂടെ? അറിയാം സാർ. അപ്പൊ അറിഞ്ഞു വെച്ചോണ്ടാണോ ഈ തെമ്മാടിത്തരം കാണിച്ചത്? എന്താണ് സാർ തെമ്മാടിത്തരം? ഹെൽമെറ്റ് എവിടെടാ? ഇതായിരിക്കുന്നു സാർ. അതല്ല, ഇത് ഹെൽമെറ്റ് ആണ് സാർ. അതല്ല, നിന്റെ ഹെൽമെറ്റ് എവിടെടാ? സാർ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഈ പുറകെ ഇരിക്കുന്നവർക്ക് ഹെൽമെറ്റ് നിർബന്ധമല്ലല്ലോ? ഇല്ല. ഞാൻ പുറകിലാണ് സാർ ഇരുന്നത്. ഫ്രണ്ട് ഇരിക്കുന്നവർക്കല്ലേ ഹെൽമെറ്റ് നിർബന്ധമുള്ളൂ? അതെ. ഫ്രണ്ടിൽ ഇരിക്കുന്ന ആൾക്ക് ഹെൽമെറ്റ് ഉണ്ട് സാർ. അതല്ല ചോദിച്ചത്. സാർ, നീ അല്ലേ വണ്ടി ഓടിച്ചത്? നിന്റെ ഹെൽമെറ്റ് സാർ, ഞാൻ പുറകിലല്ലേ ഇരുന്നത്. ഫ്രണ്ട് ഇരിക്കുന്ന ആൾക്കല്ലേ ഹെൽമെറ്റ്? ഇതാ ഉണ്ട് സാർ. അല്ല, സാർ പറയുന്നത് എനിക്കറിയാം. ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് ഫ്രണ്ട് ഇരിക്കുന്ന ആൾക്ക് ഹെൽമെറ്റ് വേണം. അതെ. ഞാൻ ബാക്കിലാണ് ഇരുന്നത്, എനിക്ക് വേണ്ടല്ലോ. നീ അല്ലേ വണ്ടി ഓടിച്ചത്? നിന്റെ ഹെൽമെറ്റ്. സാർ, ഞാൻ പുറകിലല്ലേ ഇരുന്നത്. ഫ്രണ്ട് ഇരിക്കുന്ന ആൾക്ക് ഹെൽമെറ്റ് ഉണ്ട് സാർ. പക്ഷേ സാർ അങ്ങനെയാണ് നേരത്തെ പറഞ്ഞത്. സാർ, പറഞ്ഞു വരുമ്പോ നമ്മൾ രണ്ടാളും പറഞ്ഞത് 2 അല്ല 1. സാർ, ഹെൽമെറ്റ് എടാ, കൂടുതൽ വിളച്ചില് വേണ്ട. ഒരു കാര്യം ചെയ്യ്, നീ തുള്ള്. ശരി സാർ. തുള്ളടാ. എന്താടാ, സൈക്കിളില് കാറ്റടിക്കുന്നോ? അല്ല സാർ, കാലിൽ ആണി രോഗമുണ്ട്. നിന്റെ ആണി രോഗം ഞാൻ മാറ്റിത്തരാം. നേരെ തുള്ളടാ. സാർ, ഒരു സത്യം പറയട്ടെ, ഇങ്ങനെ ഞാൻ ആവേശം മൂത്ത് തുള്ളി കഴിഞ്ഞാൽ എന്റെ 3 താഴെ പോകും സാർ. അത് ശരി, 3 ക്വാർട്ടറും വെച്ചാണ് യാത്രയല്ലേ? ശരിയാക്കി തരാം. അപ്പോ 2 കേസാണ് ചാർജ് ചെയ്യാൻ പോകുന്നത്. 2 വീലാണ്. എന്താ സാർ പറഞ്ഞത്? മനസ്സിലായില്ലേ? 2 വീലാണെന്ന്. സാർ, നീ ഇത് മാറ്റി പറയരുത്. മാറ്റി പറയില്ല. നമ്മൾ 2 വീല്. അതെ, ശരി. അതോടൊപ്പം 2 വീലറിൽ ഹെൽമെറ്റ് ഇല്ലാതെ യാത്ര ചെയ്തു, ആ കുറ്റം. സാർ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, 2 വീലറിനല്ലേ ഹെൽമെറ്റ് ഇല്ലാതെ വണ്ടി ഓടിച്ച പ്രശ്നമുള്ളൂ? അതെ. 4 വീലറിന് പ്രശ്നമില്ലല്ലോ? ഒരു പ്രശ്നമില്ല. ഇനി ചോദിക്കട്ടെ, ഇതെന്താണ് സാർ? 2 വീലർ ആണല്ലോ. നമ്മൾ 2 വീലാന്ന് സാർ നേരത്തെ പറഞ്ഞു. അപ്പൊ സാർ, 2 വീൽ പ്ലസ് ഈ 2 വീൽ ടോട്ടൽ 4 വീൽ. 4 വീലറിന് ഹെൽമെറ്റ് നിർബന്ധമില്ലാന്ന് സാർ പറഞ്ഞു. സാർ പറഞ്ഞു നിർബന്ധമില്ലാന്ന് പറഞ്ഞു. ഇതാണ് വെള്ളം അടിച്ചവന്റെ തൊലിഞ്ഞ ന്യായങ്ങൾ. 250 രൂപ സാർ തരണം.
മിസ്റ്റർ പിള്ള, വളരെ റിസ്ക് ഉള്ള ഒരു ജോബാണിത്. സൈബർ സെല്ലെങ്ങാനും ആക്ഷൻ എടുത്താൽ കുടുങ്ങുന്നത് ഞാനാ, അറിയാലോ. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ ഇത്ര ഹാർഡ് ആയാലോ? ഇപ്പോഴത്തെ പിള്ളേരൊന്നും ഇതൊക്കെ ഏൽപ്പിക്കാത്തത് ഇത്തരം കൊനഷ്ട പരിപാടികളിൽ താനൊരു അഗ്രഗണ്യനായതുകൊണ്ടാ. സംഗതിയൊക്കെ എനിക്ക് പിടികിട്ടി. അഡ്വാൻസ് 2 ലക്ഷം രൂപ. ഇപ്പൊ സോഫ്റ്റ് ആയല്ലോ. അപ്പൊ പറഞ്ഞ പോലെ പുതിയ കമ്പനിയുടെ പേരിൽ നെറ്റിൽ വെറും 1 വർഷത്തേക്ക് ഒരു സ്പേസ് ക്രിയേറ്റ് ചെയ്യണം. അതൊക്കെ ഞാൻ ഏറ്റു. താങ്ക് യു. പൂപ്പൂ പാപ്പയ്ക്ക് എന്താ ഒരു പരിങ്ങൽ? ഞങ്ങളെ ഒട്ടും പ്രതീക്ഷിച്ചില്ലല്ലേ? 2 ആഴ്ചത്തെ അവധിയും പറഞ്ഞ് മുങ്ങിയതല്ലേ? ഇതെപ്പ പൊങ്ങി? കമ്പ്യൂട്ടറിൽ പുതിയ വെബ്സൈറ്റ് ക്രിയേറ്റ് ചെയ്യല്ലേ? എത്രയുണ്ട് ആയുസ്? നിങ്ങൾ എന്നെ തെറ്റിദ്ധരിച്ചു. നമ്മുടെ പ്രശ്നത്തിനൊരു പരിഹാരം കാണാൻ ഞാൻ കുറച്ച് ദിവസം ഔട്ട് ഓഫ് സ്റ്റേഷനായിരുന്നു. കണ്ടില്ലേ, കോട്ടിട്ട ഒരു കമ്പ്യൂട്ടർ വിദഗ്ധനെ കൊണ്ട് അപ്രത്യക്ഷമായ നമ്മുടെ സൈറ്റ് സെർച്ച് ചെയ്തോണ്ടിരിക്കുക. ഞങ്ങളും തന്നെ സെർച്ച് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. വാചകം അടിച്ച് നീ രക്ഷപ്പെടാൻ ശ്രമിക്കണ്ട. പ്ലീസ്, നിങ്ങൾ പോസിറ്റീവ് ചിന്തിക്കൂ. ചിന്തിപ്പോരുത്. തന്റെ ഒരു പോസിറ്റീവും നെഗറ്റീവും ഓരോരുത്തർക്ക് നഷ്ടപ്പെട്ട പണത്തിന് ഞങ്ങളോടൊപ്പം വന്ന് നേരിട്ട് താൻ സമാധാനം പറഞ്ഞു. എന്നെ ഇങ്ങനെ അറവുമാടിനെ പോലെ കൊണ്ടുവരുത് പ്ലീസ്. എല്ലാത്തിനും പരിഹാരം ഉണ്ടാക്കാം. ഞാൻ പറയുന്നൊന്ന് കേൾക്കൂ പ്ലീസ്. താൻ പറയുന്നത് കേട്ടാ ഞങ്ങൾ ഈ ഗതിയിലായത്. ഇനി താൻ ഒന്നും പറയണ്ട പ്ലീസ്, എന്നെ ഒന്ന് ഫോൺ ചെയ്യാൻ അനുവദിക്കൂ. നിങ്ങൾക്ക് നഷ്ടപ്പെട്ട പണം ഇപ്പോൾ ഈ സ്പോട്ടിൽ എത്തിയിരിക്കും. ഉറപ്പാണോ? ഉറപ്പ്. ആരെയും പറ്റിക്കണമെന്ന ഉദ്ദേശം എനിക്കില്ല, പക്ഷെ പറ്റിപ്പോയി. നിങ്ങളുടെ ക്യാഷ് ഇപ്പൊ ഇവിടെ വെച്ച് ഈ നിമിഷം ഞാൻ സെറ്റിൽ ചെയ്യും. പ്ലീസ് ഒരു ഫോൺ കോൾ. വിളി വിളി വിളി. ഞാൻ പൂപ്പു പാപ്പി. ഗുഡ് മോർണിംഗ്. ഇൻഡസ്റ്റാൻഡ് ബാങ്ക് ഒരു 25 lakhsന്റെ ഒരു ട്രാൻസ്ഫർ വേണം. അക്കൗണ്ട് നമ്പർ 2934. ഇമ്മീഡിയറ്റ് ആയിട്ട് വേണം. ഏതായാലും നീ കണ്ടത് നന്നായി, അല്ലെങ്കിൽ ലൈഫിൽ ഇവനെ കിട്ടൂല. പിന്നെ? കള്ളൻ. എന്താ പരാതി? സർ, മൾട്ടി ലെവൽ മാർക്കറ്റിംഗിലൂടെ ഒരുത്തൻ ഞങ്ങളെ ചീറ്റ് ചെയ്ത് മുങ്ങി നടക്കുകയായിരുന്നു. ആ പെരുങ്കള്ളനെ ഞങ്ങൾ കയ്യോടെ പിടികൂടിയതാ. രക്ഷപ്പെട്ട് കളഞ്ഞു. സാർ, അയാൾ പുതിയ നെറ്റ്വർക്ക് കൂടി നടത്താനുള്ള തയ്യാറെടുപ്പിലാണ്. എത്രയും പെട്ടെന്ന് അയാളെ തേടി പിടിച്ച് അറസ്റ്റ് ചെയ്തില്ലെങ്കിൽ MLM-ന്റെ പേരും പറഞ്ഞ് ഇനിയും അയാൾ ആളുകളെ പറ്റിക്കും. അങ്ങനെ MLM-നെ അടച്ചധിക്ഷേപിക്കരുത്. നിങ്ങൾ പോയൊരു മണ്ടത്തരത്തിൽ ചാടിയെന്ന് വിചാരിച്ച് ഇതുകൊണ്ട് മാന്യമായി ജീവിക്കുന്ന എത്രയോ പേരുണ്ട്. ഉദാഹരണത്തിന് ഈ ഞാൻ. സർ, ഇത് കാരണം സ്വന്തം ദാമ്പത്യം പോലും തകർന്നവനാ ഞാൻ. ആ വേദന കൊണ്ടാ ഞാൻ ഈ പറയുന്നത്. എന്ന് റിട്ടയർഡ് ആവുന്നോ? ആര്, താനോ? അല്ല, എന്റെ അമ്മായിയപ്പൻ. അന്ന് മുതൽ എന്റെ അമ്മായിയപ്പന്റെ വിശ്രമ ജീവിതം ജയിലിനകത്താ. നിങ്ങളുടെ പരാതി ഓക്കെയാണ്. ഉത്തരവാദപ്പെട്ട ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്ന നിലയിൽ ഞാൻ അത് സ്വീകരിക്കുകയും ചെയ്യുന്നു. അതെ, അയാൾക്കെതിരെ എന്തെങ്കിലും തെളിവുകൾ ഹാജരാക്കാനുണ്ടോ? ഫോട്ടോ കൊണ്ടുവന്നിട്ടുണ്ട് സർ. എവിടെ നോക്കട്ടെ. ഇയാളാണോ അയാൾ? അതെ സർ, പൂപ്പൂ പാപ്പി. പുത്തൻപുരയിൽ പത്മനാഭപിള്ള. പത്മനാഭല്ലേ? എന്താ സർ? നിങ്ങൾക്ക് ആള് തെറ്റിപ്പോയി. അല്ല സാർ, ഇയാൾ തന്നെ ഞങ്ങളുടെ ബോസ്. എന്ത് പറ്റി സർ? ഇയാള് തന്നെയാണോ എന്റെയും ബോസ്? എന്നോട് ഇയാൾ പറഞ്ഞ പേര് വേറെയാ. കൂക്കു കാക്ക, കുന്നുമേൽ കുഴിയിൽ കമ്മാരൻ കഥ. ഇനി A for apple, B for big apple, ഇത് കൊള്ളാം കേട്ടാ. C for ചെറിയ ആപ്പിൾ. നാളെ മുതൽ ബിഗ് ആപ്പിൾ മാത്രം കൊണ്ടുവന്നാൽ മതി കേട്ടാ. മാമന് വിശക്കണേ, ഇനി ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് പഠിക്കാം കേട്ടാ. എവിടെ വിറ്റമിൻസ്? ഹോർലിക്സ്, ബോൺവിറ്റ, ബൂസ്റ്റ്. മാമ ഇത് 3 മിക്സ് ചെയ്ത് കഴിച്ചാല് ശരീരത്തിൽ പ്രോട്ടീൻ ഉണ്ടാവും. അവളിങ്ങെത്തും മുമ്പ് വേഗം ചെല്ലണം. മക്കളെ, നിങ്ങളുടെയൊക്കെ കയ്യിൽ വേസ്റ്റുകളുണ്ടോ? മാമനിപ്പോ പെട്ടെന്ന് വേസ്റ്റ് കൊണ്ട് കളഞ്ഞോളാൻ വയ്യ. ഒരു വേസ്റ്റും ഇല്ലേ മക്കളെ? ഒന്നും കാണാനും ഇല്ലല്ലോ. അവളിങ്ങ് വരെയും ചെയ്യും. അതെ, മാമൻ നാളെ ഇതൊക്കെ വേറെ വാങ്ങിച്ചു തരാം. ഇത് പട്ടി അടിച്ചത്, ഇത് കളയാം. ലെറ്റർ എവിടെ? എഴുതിയത് കറക്റ്റ് ആണ് എന്തോ. എന്റെ എന്ന് പറയാൻ എനിക്കൊരു ഹൃദയം മാത്രമേ ഉള്ളൂ. അതിന്റെ ജനലും വാതിലും തുറന്നു വെച്ച് ഞാൻ കാത്തിരിക്കുക. വരില്ലേ? വരും. കുഞ്ഞുങ്ങളെ, അങ്കിള് ഇപ്പൊ വരാം കേട്ടാ. മിണ്ടാതിരുന്ന് ആടിക്കോണേ. മാറിയേക്ക്. നന്നായിട്ട് ആടിക്കോ. എന്നെ ശല്യം ചെയ്യല്ലേ. അവളെവിടെ?
അറിയില്ല, ഞാനിപ്പോ ഒന്നേ ഉള്ളൂ. എക്സ്ക്യൂസ് മീ, എന്താ ഇവിടെ ഒരു സ്മെല്ല്? എനിക്കറിയില്ല. ഓ ശരി, ഒന്ന് ഉറങ്ങിക്കോട്ടെ.